നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രശസ്ത നടൻ പ്രകാശ് രാജിന് നിയമക്കുരുക്ക് മുറുകുന്നു. ഒരേ സമയം 3 സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചുവെന്ന ഗുരുതരമായ പരാതിയിൽ താരത്തിനെതിരെ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് താരം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ 3 തവണ സമൻസ് അയച്ചിരുന്നെങ്കിലും അത് കൈപ്പറ്റാനോ നിയമത്തിന് മുന്നിൽ ഹാജരാകാനോ പ്രകാശ് രാജ് തയ്യാറായിരുന്നില്ല. കോടതിയെയും നിയമവ്യവസ്ഥയെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള നടന്റെ ഈ നിലപാടിൽ മജിസ്ട്രേറ്റ് കോടതി ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തുകയും തുടർന്ന് വാറന്റ് പുറപ്പെടുവിക്കുകയാണെന്ന കടുത്ത നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഒരു പൗരന് ഇന്ത്യയിൽ ഒരിടത്ത് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരിച്ചറിയൽ കാർഡ് സ്വന്തമാക്കാനും നിയമപരമായ അവകാശമുള്ളൂ. എന്നാൽ ഈ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി പ്രകാശ് രാജ് 4 വോട്ടർ ഐഡികൾ സ്വന്തമാക്കിയെന്നാണ് ഉയർന്നിരിക്കുന്ന പ്രധാന ആക്ഷേപം. ബംഗളൂരുവിലെ ശാന്തിനഗർ, തെലങ്കാനയിലെ സെരിലിംഗപ്പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി എന്നിവിടങ്ങളിലെ വിലാസങ്ങളിലാണ് ഈ തിരിച്ചറിയൽ കാർഡുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, തമിഴ്നാട്ടിലെ വേളാച്ചേരിയിലെ വിലാസത്തിൽ മാത്രം അദ്ദേഹത്തിന് 2 വോട്ടുകൾ ഉണ്ടെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ബംഗളൂരുവിലെ ശേഷാദ്രിപുരം സ്വദേശിയായ അഡ്വക്കേറ്റ് കെ ദിലീപ് കുമാറാണ് പ്രകാശ് രാജിന്റെ ഈ നിയമലംഘനങ്ങൾക്കെതിരെ ഔദ്യോഗികമായി രംഗത്ത് വന്നത്. ഈ അനധികൃത വോട്ടർ ഐ ഡി വിഷയത്തിൽ ദിലീപ് കുമാർ നേരത്തെ ഹലാസുരു ഗേറ്റ് പോലീസ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിരുന്നു. എന്നാൽ സ്വാധീന ശക്തിയുള്ള താരത്തിനെതിരെ നിയമപാലകരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ബംഗളൂരു കോടതിയിൽ നേരിട്ട് സ്വകാര്യ ഹർജി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. കോടതി ഇടപെട്ടിട്ടും തുടർച്ചയായി അയച്ച സമൻസുകളും വാറന്റും കൈപ്പറ്റിയിട്ടും കോടതിയിൽ ഹാജരാകാൻ താരം വിമുഖത കാണിക്കുകയായിരുന്നു. അതേസമയം തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം തീർത്തും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്നാണ് പ്രകാശ് രാജ് പ്രതികരിക്കുന്നത്. എന്നാൽ ഈ കേസിനെ കൂടുതൽ വിവാദമാക്കുന്നത് പോലീസിന്റെ നിഷേധാത്മകമായ നിലപാടാണ്. അടുത്തിടെ കർണാടകയിൽ വലിയ ചർച്ചയായ ധർമ്മസ്ഥല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് ബംഗളൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് വൻ പോലീസ് സുരക്ഷയായിരുന്നു അധികൃതർ അവിടെ ഒരുക്കിയിരുന്നത്. താരം പോലീസിന്റെ മൂക്കിന് താഴെ പരസ്യമായി ഉണ്ടായിരുന്നിട്ടും കോടതി ഉത്തരവനുസരിച്ചുള്ള സമൻസ് അദ്ദേഹത്തിന് കൈമാറാൻ പോലീസ് തയ്യാറായില്ല എന്നതാണ് ഇപ്പോൾ വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും നടനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച പോലീസിനെതിരെ ഇപ്പോൾ പരക്കെ പ്രതിഷേധവും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും കോടതി കടുത്ത നിലപാടിലേക്ക് നീങ്ങിയതോടെ പ്രകാശ് രാജിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നടൻ പ്രകാശ് രാജ് സാമൂഹിക വിഷയങ്ങളിലൊക്കെ വലിയ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. BJP സർക്കാരിനെതിരെ നിരന്തരമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ രാജ്യത്തെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പരാതി വന്നിരിക്കുന്നത്. എന്തായാലും പ്രകാശ് രാജിന് ജാമ്യമില്ലാത്ത വാറന്റ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു.